ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ 100 ഡേയ്സ് ചലഞ്ച്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണു. നമ്മൾ 100 ദിവസം കൊണ്ട് LP-UP സിലബസ് കവർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. ഡേ 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സിലബസിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ, അതിൽ അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി വിപ്ലവം, കുറിച്യർ കലാപം. 100 ഡേയ്സ് കൊണ്ട് എങ്ങനെ LP-UP സിലബസ് കവർ ചെയ്യാമെന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ 1 തൊട്ട് 100 ദിവസം വരെ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ അത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 100 ഡേയ്സ് ചലഞ്ച്, LP-UP 100 ഡേയ്സ് ചലഞ്ച് എന്നാണ്. ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഈ 100 ഡേയ്സ് ചലഞ്ചിൽ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസ് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്കറിയാം, നമ്മൾ ആദ്യമേ ആ ഒരു ടൈം ടേബിൾ, ആ സ്റ്റഡി ടൈം ടേബിൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണണേ, ഞാനിതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡേ 1 to 7 ആദ്യത്തെ 7 ദിവസം കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന എല്ലാ ഭാഗങ്ങളുമാണ്. അപ്പോൾ അതിൽ 5 ദിവസം നമ്മൾ പഠിക്കുകയും ബാക്കി 2 ദിവസം നമ്മൾ റിവിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ 5 ദിവസത്തെ പഠനത്തിൽ ഒന്നാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഈ ആദ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരായ കലാപങ്ങൾ മാത്രമാണ്. അപ്പോൾ 100 ഡേയ്സ് കൊണ്ട് എങ്ങനെ പഠിക്കുക എന്നുള്ള വീഡിയോ നിങ്ങൾ കാണണം. അതിൽ ഈ ഡേ 1 to 100 ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് GK പാർട്ട് സിലബസ് വൈസ് ആദ്യത്തെ പാർട്ട് നോക്കാം. ആദ്യത്തേത് അഞ്ചുതെങ്ങ് കലാപം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങ്. അവരുടെ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു അഞ്ചുതെങ്ങ്. അപ്പോൾ ഈ അഞ്ചുതെങ്ങ് കലാപം പഠിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട വർഷങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. 1697, അതുപോലെ 1690, 1695. അപ്പോൾ 1697 എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷമാണ്. 1690 എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് പണ്ടകശാലയുടെ പണി പൂർത്തിയാക്കിയ വർഷമാണ് 1690. 1695 എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയാക്കിയ വർഷമാണ്. ഓക്കെ, അപ്പോൾ 3 വർഷങ്ങളും പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വെച്ച് കേൾക്കണം കേട്ടോ. ഇനി അതിൽ കൊടുത്തിട്ടുള്ള ഒന്നാണ് ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണി എന്ന് പറയുന്നത്. അതായത് തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് കോട്ടയൊക്കെ സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയായിരുന്നു ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് വസ്തുതകൾ പറയാം. അതായത് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇനി അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ലാസ്റ്റ് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമായിരുന്നു അഞ്ചുതെങ്ങ് കലാപം. അടുത്തത് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് അഞ്ചുതെങ്ങ് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ്. പക്ഷേ ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ്. അത് ഓർത്ത് വയ്ക്കണം. ഇനി ഏത് വർഷമാണ്? 1721 ഏപ്രിൽ 15-ാം തീയതിയാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഇനി ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. അടുത്തൊരു ചോദ്യമാണ്, ആറ്റിങ്ങൽ കലാപാനന്തരം, അതായത് ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അതിൻ്റെ വർഷം ഓർത്തിരിക്കണം, 1723 വേണാട് ഉടമ്പടി. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലുള്ള ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി 1723. ഇനി ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ്, ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുന്ന 150ഓളം വരുന്ന ബ്രിട്ടീഷ് സംഘത്തെ അവിടുത്തെ നാട്ടുകാർ വധിച്ചു. ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയവരുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടത്തിയത് വേലുത്തമ്പി ദളവ, കൊച്ചിയിൽ പാലിയത്തച്ഛൻ, മലബാറിൽ പഴശ്ശിരാജയാണ് നേതൃത്വം നൽകിയത്. പഴശ്ശിരാജയോടൊപ്പം കുറിച്യർ, മാപ്പിള കർഷകർ എന്നിവരും ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മുടെ കേരളം മൊത്തത്തിൽ അങ്ങനെ എന്താ പറയുക ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലേക്ക് മാറുകയാണ്. അപ്പം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ്. അപ്പം അതിനുശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്നു വന്ന ഒരാളായിരുന്നു പഴശ്ശിരാജ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴശ്ശി വിപ്ലവങ്ങളെക്കുറിച്ചാണ്. മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്നൊരു മലയാണ് പുരളിമല എന്ന് പറയുന്നത്. ഈ പുരളിമല തലശ്ശേരി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇനി നമ്മൾ അടിയിൽ കൊടുത്തിട്ടുള്ളത് പുരളിശെമ്മൻ, കേരളസിംഹം, പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ. ഇതെല്ലാം പഴശ്ശിരാജ അറിയപ്പെട്ടിരുന്ന പേരുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളസിംഹം. കേരളസിംഹം എന്ന് പഴശ്ശിരാജയെ വിളിച്ചത് സർദാർ KM പണിക്കരാണ്. ഓക്കെ, സർദാർ KM പണിക്കരാണ്. ഇനി പഴശ്ശിരാജാവിൻ്റെ രാജവംശം കോട്ടയം രാജവംശമാണ്. അപ്പോൾ ഈ കോട്ടയം രാജവംശം സ്ഥാപിച്ച ആളുടെ പേരാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഹരിശ്ചന്ദ്ര പെരുമാൾ. 2 പഴശ്ശി വിപ്ലവങ്ങളാണുള്ളത്. ഒന്നാം പഴശ്ശി വിപ്ലവം, രണ്ടാം പഴശ്ശി വിപ്ലവം. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടമാണ് 1793 മുതൽ 1797 വരെ. ഇനി ഒന്നാം പഴശ്ശി യുദ്ധത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീരംഗപട്ടണ സന്ധി 1792 അത് പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർ കീഴടക്കി. അപ്പോൾ അവർ എന്താ പറയുക കുറേ തെറ്റായ നികുതി നയങ്ങൾ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ അതിൽ സഹി കെട്ടിട്ടാണ് പഴശ്ശി വിപ്ലവം, ഒന്നാം പഴശ്ശി വിപ്ലവം അവിടെ ആരംഭിക്കുന്നത്. ഇനി നമ്മൾ അതിലൊരു പേര് കാണാം, കുറുമ്പ്രനാട്ടെ വീരവർമ്മ എന്ന് പറഞ്ഞാൽ അത് ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകിയത് ഈ കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്കാണ്. ഓക്കെ, ഇനി ഈ സ്ലൈഡിൽ നമ്മൾ വിട്ടുപോയ ഒരു പോയിൻ്റാണ് ഈ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാനായിട്ട് ഇടനിലക്കാരനായി നിന്ന ആളാണ് ചിറക്കൽ രാജാവ്. അടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവമാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് രണ്ടാം പഴശ്ശി വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായൊരു കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾ പഴശ്ശി രാജാവിനെ സഹായിക്കുകയും രണ്ടാം പഴശ്ശി വിപ്ലവം അവിടെ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയപ്പോൾ അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളായ കുറിച്യർ, കുറുമ്പ്രർ ഇവരാണ് ആരെ സഹായിച്ചത്? പഴശ്ശി രാജാവിനെ സഹായിച്ചത്. ഇനി ഇതിൽ കാണുന്ന 2 പേരുകളുണ്ട് അല്ലേ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, അദ്ദേഹം പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രിയായിരുന്നു. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. അടുത്തത് കൈതേരി അമ്പു നായർ, അത് പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു കൈതേരി അമ്പു നായർ. ഇനി ഗറില്ല യുദ്ധം, ഒളിപ്പോര് എന്ന് പറയും. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജയുടെ യുദ്ധതന്ത്രമായിരുന്നു ഗറില്ല യുദ്ധം. ഇനി ഇതിലെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തേത് പനമരം കോട്ട 1802 ഈ പനമരം കോട്ട പിടിച്ചെടുത്തു. ആരൊക്കെ ചേർന്നിട്ടാണ് പിടിച്ചെടുത്തത്? എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802. അടുത്ത ക്വസ്റ്റ്യൻ, തലക്കൽ ചന്തു സ്മാരകം എവിടെയാണെന്നുള്ളതാണ്. തലക്കൽ ചന്തു സ്മാരകം പനമരം, വയനാടുള്ള പനമരം എന്ന സ്ഥലത്താണ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും ഇവിടെ 2 പേരുകൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒരു തവണയും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാകാത്ത ഭാഗങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വെച്ച് കേട്ട് എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, തോമസ് ഹാർവി ബേബർ, അതായത് പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നു. അതായത് തലശ്ശേരി സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവി ബേബർ. ഇനി അടുത്ത പേര് ഏതാ? കേണൽ ആർതർ വെല്ലസ്ലി. അദ്ദേഹം പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു കേണൽ ആർതർ വെല്ലസ്ലി. ഇനി അടുത്തത് കാണുന്നത് കോൽക്കാർ എന്ന് പറയുന്നതാണ്. ഈ കോൽക്കാർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സേനയുടെ പേരാണ്. കോൽക്കാർ ആളുടെ പേരല്ല. അതായത് ഒരു 1200ഓളം പോലീസുകാരടങ്ങിയ ഒരു പ്രത്യേക സേനയാണ്. അതായത് നമ്മളുടെ തലശ്ശേരിയുടെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവി ബേബർ എന്ന് പറഞ്ഞില്ലേ. അദ്ദേഹം പുൽപ്പള്ളിയിൽ പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1200ഓളം പോലീസുകാരടങ്ങിയ ഒരു സേനയെ ഉണ്ടാക്കിയെടുത്തു. അതിന് പറയുന്ന ഒരു പേരാണ് കോൽക്കാർ.
രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം 1805 നവംബർ 30. ഇനി പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം എവിടെയാണ്? മാവിലാത്തോട്, വയനാടുള്ള മാവിലാത്തോട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അടുത്തത് പഴശ്ശിരാജയുടെ പേരിലുള്ള കുറച്ച് സ്മാരകങ്ങളാണ്. അപ്പോൾ അതൊക്കെ എവിടെയാണെന്ന് പഠിക്കണം. പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഡാം കണ്ണൂർ, പഴശ്ശി കുടീരം വയനാട്, പഴശ്ശി ഗുഹ മലപ്പുറം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കുറിച്യർ കലാപമാണ്. 1812 മാർച്ചിലാണ് കുറിച്യർ കലാപം ആരംഭിച്ചത്. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്, രാമനമ്പി. ഈ രാമനമ്പിയെ രാമമൂപ്പൻ എന്നൊരു പേരും കൂടി നമ്മൾ അറിയപ്പെടുന്നുണ്ട്, രാമമൂപ്പൻ. അപ്പോൾ രാമനമ്പി ആരാണ്? കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയതാണ്. ഏക ഗിരിവർഗ കലാപമാണ്, ദക്ഷിണേന്ത്യയിൽ നടത്തിയ ഏക ഗിരിവർഗ കലാപമായിരുന്നു കുറിച്യർ കലാപം. വയനാടാണ് ഈ കലാപം നടന്നത്. അപ്പോൾ കുറിച്യർ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അധികമായിട്ടുള്ള നികുതി ചുമത്തലും ഭൂമി പിടിച്ചെടുക്കലും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ കുറിച്യരുടെ മേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് തോമസ് വാർഡൻ. ഓക്കെ, തോമസ് വാർഡൻ. അതുപോലെ ഈ ഒരു കുറിച്യർ കലാപത്തെക്കുറിച്ച് ഒരു കോട്ടുണ്ട്, ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് TH ബേബർ പറഞ്ഞത്, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് TH ബേബർ. ഓക്കെ, ഇനി ഇതിൽ വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടു അല്ലേ? അപ്പോൾ അതെന്താണെന്ന് പറയാം. വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർ നടത്തിയിരുന്ന ഏതു തരം കൃഷിക്കാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത്? വെട്ടിച്ചുട്ടു കൃഷി. അപ്പോൾ വെട്ടിച്ചുട്ടു കൃഷിക്കാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത്. അപ്പോൾ നമ്മൾ മലബാറിൽ കലാപം നടത്തിയ വ്യക്തിയായിരുന്നു പഴശ്ശിരാജ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും നടത്തിയ ആളുകളുടെ പേരുകൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു. അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. ഇനി വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നായിരുന്നു. വേലുത്തമ്പിയുടെ ജന്മദേശം കൽക്കുളമായിരുന്നു. കൽക്കുളം അഥവാ തലക്കുളം കന്യാകുമാരി ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ തറവാട്ട് പേരാണ് തലക്കുളത്ത് വീട്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയായിരുന്നു. എന്താ ഹജൂർ കച്ചേരി? സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പദമാണ് കേട്ടോ, ഹജൂർ കച്ചേരി. അപ്പോൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയായിരുന്നു. അതുപോലെ തിരുവിതാംകൂർ പട്ടാള ലഹള അതെന്തായിരുന്നു? തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാനായിട്ട് വേലുത്തമ്പി ദളവ തീരുമാനിച്ചു. അതിനെതിരെ നടന്ന ലഹളയായിരുന്നു തിരുവിതാംകൂർ പട്ടാള ലഹള. ഇനി വേലുത്തമ്പി ദളവയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയാണ് വേലുത്തമ്പി ദളവ. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. ഓക്കെ, കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ എന്താണ് ആഹ്വാനം ചെയ്തത്? ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ സമരം ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്യാണ് ചെയ്തത്. അടുത്തത് കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. ഇനി അടുത്തത് കുണ്ടറ വിളംബരാനന്തരം, അതായത് കുണ്ടറ വിളംബരം നടത്തിയതിന് ശേഷം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം എന്നറിയപ്പെടുന്നത്. കൊല്ലം യുദ്ധം അത് 1809 ജനുവരി 15 അതായത് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച് 4 ദിവസത്തിന് ശേഷം 1809 ജനുവരി 15 കേട്ടോ കൊല്ലം യുദ്ധം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ 1ാമത്തെ ദിവസം പഠിക്കാൻ പോകുന്ന സിലബസ് വൈസ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പരമാവധി പോയിൻറ്റുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു സോഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കരുത്. ഇപ്പം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്നത്തെ ടോപ്പിക്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട എത്രയൊക്കെ പോയിൻറ്റുകൾ നിങ്ങൾക്ക് ശേഖരിക്കാമോ അതൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ബുക്സോ സോഷ്യൽ മീഡിയയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കതിനെ യൂസ് ചെയ്യാം. അതുപോലെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, നമ്മൾ ഈ സിലബസ് മാത്രമല്ല ഡേ 1 പഠിക്കാം, SCERT ഒരു പാഠം പഠിക്കണം.
അപ്പോൾ നമ്മളിപ്പോൾ GK സോഷ്യൽ പാർട്ടാണല്ലോ സിലബസിൽ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സയൻസ് SCERT 5ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. സസ്യലോകത്തെ അടുത്തറിയാം എന്ന് പറയുന്നതാണ് ആദ്യത്തെ പാഠം. സസ്യലോകത്തെ അടുത്തറിയാം. അപ്പോൾ ഈ പാഠത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LP UP സ്പെഷ്യൽ സയൻസ് 5 to 10 ക്ലാസ്സിൻ്റെ സയൻസ് എന്നാണ് അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ പേരുണ്ടാവുക. അതിൽ ഞാൻ ഓൾറെഡി 5ാം ക്ലാസ്സിലെ 1ഉം 2ഉം ചാപ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെ 1ാമത്തെ പാഠം നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ SCERT ബുക്ക് ഉണ്ടെങ്കിൽ അതും നോക്കി പഠിക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നമുക്ക് ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യത്തേൽ കിടക്കുന്നത്. പക്ഷേ ഈ ആർട്ടിക്കിൾ ഡേ 1 തന്നെ പഠിച്ച് അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. ഡേ 1 തൊട്ട് 5 വരെയുള്ള 5 ദിവസം കൊണ്ട് ആർട്ടിക്കിൾസ് പഠിച്ച് തീർത്താൽ മതി. അപ്പോൾ അതെങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിളുടെ വീഡിയോ ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഈ 5 ദിവസത്തിനുള്ളിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. അത് കണ്ടതിന് ശേഷം പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആർട്ടിക്കിൾസിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇംഗ്ലീഷ് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ 5 ദിവസത്തിനുള്ളിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മൾ 100 ഡേയ്സ് കൊണ്ട് എങ്ങനെ പഠിച്ചു തീർക്കാം എന്ന വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുക്കാം. ഓക്കെ, അതുപോലെ നിങ്ങൾ മറക്കണ്ട, നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ LP UP 100 ഡേയ്സ് ചലഞ്ച് പറഞ്ഞിട്ട് ഒരു പുതിയ പ്ലേലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ ദിവസവും ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെയുള്ള നമ്മളുടെ വീഡിയോസ് ഇടും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ LP UP പഠിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുകയാണ്. അപ്പോൾ പഠിക്കുക, എല്ലാവർക്കും ജോലി കിട്ടട്ടെ. താങ്ക് യു.